ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ട്രെയിനിൽ ബൈക്ക് പാഴ്സൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബൈക്ക് പാഴ്സൽ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തലേന്ന് സർവീസൊക്കെ ചെയ്ത് വണ്ടി റെഡിയാക്കി വെച്ചേക്കാണ്. പോയ വഴിക്ക് നല്ല മഴ പെയ്തു, അതുകൊണ്ട് ഞങ്ങൾ വഴിയിൽ കയറി നിൽക്കുകയാണ്. ഒരു അമ്മയുടെ കടയിൽ കയറി നിൽക്കുകയാണ്. കായംകുളം സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് വൈഫും ഉണ്ട് എൻ്റെ കൂടെ. ലഗേജ് ലാപ്ടോപ്പെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വഴിയിൽ കയറി വെയിറ്റ് ചെയ്യണില്ലെങ്കിൽ പ്രശ്നമാകും. കായംകുളത്തോട്ട് പോകുന്ന വഴിക്ക് രണ്ടാംകുറ്റി എത്തിയപ്പോൾ പിന്നെയും മഴ പെയ്തപ്പോൾ ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്യുകയാണ്. 2-3 സ്ഥലത്ത് നിർത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പാഴ്സൽ ചെയ്യുന്നത്. നമ്മളെപ്പോഴും പാഴ്സൽ അല്ലെങ്കിൽ കൊറിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നേരത്തെ റെയിൽവേ സ്റ്റേഷനിലായിട്ട് എത്തിച്ചേരേണ്ടതാണ്. കുറച്ച് സമയം ആവശ്യമായിട്ട് വരുന്നൊരു പ്രോസസ്സാണ്. ട്രെയിനിൽ നമുക്ക് 2 രീതിയിൽ സാധനങ്ങൾ അയക്കാം. അത് പാഴ്സലായിട്ടും ലഗേജായിട്ടും. ലഗേജ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് വണ്ടിയിലാണോ പോകുന്നത് ആ വണ്ടിയിൽ തന്നെ അത് കയറ്റി വിടുന്ന പ്രോസസ്സാണ് ലഗേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ സെയിം ട്രെയിനിൽ ടിക്കറ്റ് തന്നെ കാണിക്കേണ്ടി വരും. പാഴ്സലാണെങ്കിൽ നമുക്ക് ഏത് ട്രെയിനും ഏത് ട്രെയിനിൽ വേണമെങ്കിലും നമ്മുടെ വണ്ടി കയറ്റി വിടാവുന്നതാണ്. അവരെ അവൈലബിലിറ്റി അനുസരിച്ച് ഏത് ട്രെയിനാണോ അതിലോട്ട് വിട്ടോളും, സ്പേസ് ഉണ്ടെങ്കിൽ. നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടി വരും ആ കേസിൽ. ജനറൽ ടിക്കറ്റ് ആയാലും മതി, സ്ലീപ്പർ AC അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പാഴ്സലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണമെന്ന് ഞാൻ ചുരുക്കി പറയാം. അതായത് RC കൊണ്ട് തന്നെ എത്തിച്ചേരണം വണ്ടി പാഴ്സൽ ചെയ്യാനായിട്ട്. ഞാനപ്പോൾ ബാംഗ്ലൂരോട്ടാണ് വണ്ടി വിടുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പം റിസീവർ എൻഡിലും എൻ്റെ അഡ്രസ്സ് തന്നെയാണ് വെക്കേണ്ടത്. സെൻഡ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ രണ്ടും എൻ്റെ അഡ്രസ്സ് തന്നെയാണ്. വേറെ ആളുടെ അഡ്രസ്സിലേക്കും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കേണ്ടി വരും. ആധാർ കാർഡിൻ്റെ കോപ്പി, അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടി വരും. നമ്മൾ പ്രധാനമായിട്ട് കൈ കരുതേണ്ടത് RC ബുക്കിൻ്റെ കോപ്പി, RC ബുക്ക്, ആധാർ കാർഡ്, ലൈസൻസ് പ്രധാനമായിട്ട്. പിന്നീട് നമുക്ക് പാഴ്സൽ ഓഫീസിൽ നിന്നും ഒരു ഫോം തരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ വണ്ടിയുടെ ഫേസ് വാല്യൂവിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ വണ്ടിയുടെ എത്രയാണ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വരുന്നത്, അത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടത്തിന് വെക്കാം. എൻ്റെ വണ്ടി പൾസറായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഏകദേശം 1800 രൂപ ചിലവായി. പിന്നെ നമ്മൾ പോർട്ടർമാർ ചാർജ് ഉണ്ട്, അതും കൂടെ കൊടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപയാണ് വാങ്ങിച്ചത്. വണ്ടിയുടെ ഫേസ് വാല്യൂ നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ ഡാമേജോ വന്നു കഴിഞ്ഞാൽ റെയിൽവേ നമ്മൾ എത്ര എമൗണ്ടാണ് വെക്കുന്നത്, അതായത് ഇപ്പം എൻ്റെ വണ്ടി ബജാജ് പൾസറാണ്, അപ്പോൾ ഞാൻ അതിനൊരു 50,000 എമൗണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്തെങ്കിലും ഡാമേജ് വന്നാൽ. പിന്നീട് പാക്കിങ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ചണച്ചാക്ക്, അതിന് കെട്ടാനുള്ള വള്ളി, സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ പാക്ക് ചെയ്ത് തരും. അവരുടെ കയ്യിലും കാണും. അത് എങ്ങനെ പാക്ക് ചെയ്യുന്നതിനുള്ള അനുസരിച്ചിരിക്കും വണ്ടിയുടെ അവസ്ഥ എത്തുന്നിടത്തുള്ളത്. പോർട്ടർമാരുടെ ഒരു ഫീസ് ഉണ്ടാകും. അത് 2 സ്ഥലത്ത് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നിടത്തും എവിടെയാണോ റിസീവ് ചെയ്യുന്ന ആ സ്റ്റേഷനിലും അത് കൊടുക്കേണ്ടി വരും. പിന്നീട് പെട്രോൾ നല്ലപോലെ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് എം ടി ആക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി രാവിലെ തന്നെ നമ്മൾ എത്തിച്ചേരാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. പെട്രോൾ മാക്സിമം എം ടി ആക്കി കൊണ്ടുവരുന്നതാണ് നല്ലത്. എൻ്റെ ഇതിൽ റിസർവ് ആണെങ്കിൽ ഏകദേശം പെട്രോൾ ഉണ്ടായിരുന്നു, റിസർവ് ഫുള്ള്. സോ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് മൊത്തം എം ടി ആക്കിയത്. അത് ശ്രദ്ധിക്കുക, കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണത്. കുറച്ചേറെ പണിപ്പെട്ടിട്ടാണ് പെട്രോളെല്ലാം ഫുള്ള് കളഞ്ഞത്. സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം കത്തിച്ച് കളയാ പെട്രോൾ. കുറച്ച് സമയം എടുത്തായിരുന്നു എനിക്ക് വണ്ടി ക്ലീനാക്കാൻ. എൻ്റെ വണ്ടി അവരങ്ങനെ ഫുൾ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് തന്നു. ഞാൻ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിലെത്തിയാണ്.
സമയം ഇപ്പോൾ 2 മണിയായി. വേറെ കുറച്ച് ബൈക്കുകളുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ മാക്സിമം നേരത്തെ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ വണ്ടി പാക്കിങ് കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. പാഴ്സൽ ഓഫീസിൽ നിന്നൊരു സ്ലിപ്പ് തരും. നമ്മൾ പൈസയൊക്കെ അടച്ച് കഴിയുമ്പോൾ ആ സ്ലിപ്പിനെ ബേസ് ചെയ്താണ് അവർ നമ്പർ എഴുതുന്നത്. ആ സ്ലിപ്പ് നമ്മൾ എവിടെയാണോ വണ്ടി റിസീവ് ചെയ്യുന്നത് ആ സ്റ്റേഷനിൽ ആ സ്ലിപ്പ് കാണിച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ആ സ്റ്റേഷനിൽ കുറച്ച് ഫോർമാലിറ്റീസ് കാണും. എവിടെയാണ് റിസീവ് ചെയ്യുന്നത് അതിന് കുറച്ച് സമയം, ഒരു 1.5 hour എടുക്കും. ഞാൻ വണ്ടി പാഴ്സൽ ചെയ്യുന്നത് ഐലൻഡ് എക്സ്പ്രസ്സിനാണ്, ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ നമ്മുടെ വണ്ടി ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ മജസ്റ്റിക് സ്റ്റേഷനിൽ മാത്രമാണ് ഈ പാഴ്സൽ ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ പാഴ്സൽ അയക്കുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഏത് സ്റ്റേഷനിലാണോ ഉള്ളതെന്നുള്ളത് ശ്രദ്ധിക്കുക. ബാംഗ്ലൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴും പോർട്ടർമാർ ചാർജ് ചോദിച്ചായിരുന്നു. ഞാൻ അവിടെ 200 രൂപയാണ് കൊടുത്തത്. നമ്മളെ വണ്ടി അയച്ച സ്റ്റേഷനിൽ നിന്ന് നമുക്ക് തന്നൊരു റെസീപ്റ്റ് ഉണ്ടാവും, അത് കൈ കരുതുക, അത് മിസ്സാകരുത്. അത് കാണിച്ചാൽ മാത്രമേ വണ്ടി നമുക്ക് ഇറക്കാനൊക്കെ പറ്റത്തുള്ളൂ. ബൈക്ക് സേഫായിട്ടാണ് എത്തിയത്. സൈലൻസറിൻ്റെ ഏരിയയിൽ കുറച്ച് നല്ല സ്ക്രാച്ചസ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു.